ഗൈസ്, അപ്പോൾ ഞാനിന്നൊരു ഫിലിം ഫോട്ടോഗ്രാഫീൻ്റെ ക്യാമ്പിനുമായ കഥ പറയട്ടെ. ഈ ക്യാമ്പിന് നമുക്കൊരു റാപ്പിഡ് ഡിസിഷൻ ആയിരുന്നു. കാരണം അന്നേ ദിവസം തന്നെ ആയിരുന്നു പ്രസിഡന്റ് കൊച്ചി വരുന്നത്. അതുകൊണ്ട് ഞാൻ പോണില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഓൾറെഡി രജിസ്റ്റർ ചെയ്തത് കൊണ്ട് എങ്ങനെയൊക്കെ പോയതാണ്. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് ക്ലാസ് തുടങ്ങി, സാറിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞു. പിന്നെ ഫസ്റ്റ് ടൈം ഐ എം ഹിയറിംഗ് ദ കൺസെപ്റ്റ് അബൌട്ട് എ ഫിലിം ഫോട്ടോഗ്രാഫി. ചിലതൊന്നും മനസ്സിലായില്ല, ചിലതൊക്കെ മനസ്സിലായി. എന്തായാലും സ്നാക്സ് അടിപൊളിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് തന്ന ടാസ്ക് ഫ്രെയിമും സബ്ജക്റ്റും അനുസരിച്ച് അപ്പേച്ചറും ഷട്ടർ സ്പീഡും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കണം. അതവർ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോഴേക്കും ഓവർ എക്സ്പോഷർ ആണോ അണ്ടർ എക്സ്പോഷർ ആണോ എന്നൊക്കെ സാറ് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ ഫോട്ടോ എടുക്കാനാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ സ്കൂൾ ഫുള്ള് കണ്ടു. ക്യാമ്പിൻ്റെ ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ആൻഡ് ദ ബേസിക്സ് ഓഫ് ദിസ് ഫിലിം ഫോട്ടോഗ്രാഫി, ലൈക്ക് ടൈപ്പ് ഓഫ് ഫിലിം ക്യാമറാസ് ആൻഡ് ദ എക്സ്പോഷർ ട്രയാങ്കിൾ, ഇതൊക്കെയാണ് ബേസ്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെടുത്ത ഫിലിമിൻ്റെ പിക്ചേഴ്സിനെ നാളെ ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ വീട്ടിലിട്ട് വിട്ടത്. അതിനുശേഷം ഡേ 2 ഒരു കടയിൽ നിന്ന് ചായ കുടിച്ചു ആൻഡ് ദേ ഗീവ് സം സ്നാക്സ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫിലിം ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. സ്കൂളിലിരിക്കണതിന് പകരം സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുകയല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിന് രജിസ്റ്റർ ചെയ്തത്. നോക്കിയപ്പോഴേക്കും എന്തേ അവിടെയും കെമിസ്ട്രി വന്നിട്ട്. അതിനുശേഷം ഞങ്ങളെല്ലാവരും സാറിൻ്റെ ഡിജിറ്റൽ ക്യാമറയിൽ കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോഴേക്ക് സാറൊക്കെ അവിടെ കെമിക്കലൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ആക്കുകയാണ് ഗെയ്സ്. അങ്ങനെ ഞാനും വാങ്ങിച്ചു സാറിൻ്റെ ക്യാമറ. ചേരം എന്തൊക്കെയോ കാട്ടി, അപ്പോഴേക്കും ബാറ്ററി ലോ കാട്ടിയിട്ടു. ഫിലിം ഡെവലപ്പ് ചെയ്തതിന് ശേഷം എക്സ്പോഷർ ചെക്ക് ചെയ്യുന്നല്ലേ സാർ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു ക്യാരി ബാഗ് തന്നായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഗെയ്സ്, ബൈ ബൈ.